ഭീകരാക്രമണങ്ങൾക്ക് മതമുണ്ടോ? ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടന്നാൽ ചിലർക്കറിയേണ്ടത് അത് ആര് ചെയ്തു എന്നല്ല. അവർക്ക് വേണ്ടത് അതിന്റെ ഉത്തരവാദിത്വം ചില പ്രത്യേക മതവിഭാഗക്കാരുടെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ ഇന്ത്യയിലെ 20 കോടി മുസ്ലിങ്ങൾക്കും ഭീകരവാദത്തിന്റെ ചാപ്പ കുത്തു. നവംബർ 10 ഡൽഹിയിൽ നടന്ന സ്ഫോടനം. ചില പേരുകൾ പുറത്തു വന്നു തുടങ്ങിയതോടെ ഇക്കൂട്ടർ തുടങ്ങി ചാപ്പകുത്ത്. ആക്രമണം അതാര് നടത്തിയാലും തെറ്റ് തന്നെയാണ്. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് ഏത് മതക്കാരനായാലും ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പിന്തുടരുന്നവനായാലും. ഇക്കൂട്ടരുടെ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയണ്ടേ? മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഇക്കൂട്ടർ മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയായ പ്രഗ്യാ സിംഗ് താക്കൂറിനെ വിളിച്ചത് സെയിന്റ് അഥവാ സന്യാസിനി എന്നാണ്. ആദ്യത്തെ തീവ്രവാദിയായ ഗോഡ്സെ, അതെ, ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയെ അവർ ദേശഭക്തനെന്നാണ് വിളിക്കുന്നത്. അയാൾക്ക് വേണ്ടി ആരാധനാലയങ്ങൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണവർ. 2023 കേരളത്തിൽ യഹോവ സാക്ഷികളുടെ കൺവെൻഷനിൽ സ്ഫോടനം നടത്തിയ ആളുടെ പേര് ഡൊമിനിക് മാർട്ടിൻ എന്നായിരുന്നു. ഇവരെല്ലാവരും ഭീകരവാദികളും ഭീകരപ്രവർത്തനം നടത്തിയവരുമാണ്. പക്ഷേ ആരും ഇവരുടെ മതത്തെ ചികഞ്ഞു പോയിട്ടില്ല. എവിടെ നിന്നാണ് ഭീകരവാദികൾക്ക് ആയുധങ്ങൾ ലഭിക്കുന്നത്? അവർ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറുന്നത് അറിയാൻ സംവിധാനങ്ങളില്ലേ? ഈ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? 2007 നമ്മുടെ നിലവിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ വാക്കുകളാണിത്. 2014 BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയിൽ നടന്നത് 2242 തീവ്രവാദ ആക്രമണങ്ങളാണ്. ഇതിലായി 357 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഉറിയും പുൽവാമയും പെഹൽഗാമും ഇപ്പോൾ കഴിഞ്ഞ ഡൽഹി ബ്ലാസ്റ്റും എല്ലാം രാജ്യത്തിന്റെ സുരക്ഷാ വീഴ്ചയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ പ്രതിപക്ഷം ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഇരുട്ടിൽ തപ്പുകയാണ്. പ്രിയപ്പെട്ടവരെ, വിദ്വേഷം നമ്മെ വിഭജിക്കരുത്. കുറ്റവാളികളെ ഒറ്റപ്പെടുത്തുക, സമൂഹങ്ങളെയല്ല. അന്വേഷണം നടത്തി കുറ്റക്കാരെയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. നാനാത്വത്തിൽ ഏകത്വമെന്ന നമ്മുടെ നാടിന്റെ വചനം മുറുകെ പിടിച്ച് നമ്മുടെ നാടിനെ വിഭജിക്കാൻ വരുന്നവരെ ഒറ്റക്കെട്ടായി നേരിടുക.